ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ കേൾപ്പാനായിട്ട് നമ്മൾ ആയിരിക്കുന്നു. ദൈവവചനത്തിൻ്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി, അതിൻ്റെ അനുസരണം, അതാണ് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത്. കേട്ടതുകൊണ്ട് ഒരു വ്യക്തിക്ക് രൂപാന്തരം ഉണ്ടാകത്തില്ല. കേട്ട വചനം അനുസരിക്കുമ്പോഴാണ് രൂപാന്തരം ഉണ്ടാകുന്നത്. കാരണം ഓരോരോ വചനത്തിൻ്റെ അനുസരണവും നമ്മളിലുള്ള വിരൂപതകളെ നീക്കിക്കളയും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ സൃഷ്ടിച്ചത് എന്ന് ദൈവവചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളെപ്പോഴും പറയുന്നതാണ്, എന്നാലും പല പ്രാവശ്യം കേൾക്കുമ്പോൾ അത് നമ്മളിലേക്ക് അകത്തോട്ട് കയറി വരും. കാരണം ദൈവം തേജസ്സുള്ളവനാണ്, വിശുദ്ധിയുള്ളവനാണ്, പാപമില്ലാത്തവനാണ്, ദോഷം കണ്ടുകൂടാത്ത നിർമ്മല ദൃഷ്ടിയുള്ളവനാണ്. ആ ദൈവമാണ് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. തൻ്റെ ദിവ്യ തേജസ്സും ദിവ്യ സ്വഭാവവും നിറച്ചിരുന്ന മനുഷ്യൻ ദൈവകൽപ്പനയുടെ ലംഘനം വന്നു കഴിഞ്ഞപ്പോൾ പാപം അവനിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ ആ സ്വരൂപം നഷ്ടപ്പെട്ടു പോയി, വിരൂപതകളായി. വിരൂപതകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടാണ് വിരൂപതകൾ. നമ്മൾ എത്ര നന്നായി വസ്ത്രം ധരിച്ചാലും എത്ര നന്നായിട്ട് നമ്മൾ നടന്നെന്ന് പറഞ്ഞാലും വിരൂപതകൾ പുറത്തല്ല, അകത്താണ് ഇരിക്കുന്നത്. അകത്തുള്ള വിരൂപതകൾ നീങ്ങിപ്പോകുമ്പോഴാണ് നമ്മൾ സ്വരൂപത്തോട് അനുരൂപമാകുന്നതും ദൈവ തേജസ്സിനാൽ നിറയപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ പുറമേ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ക്രമീകരണങ്ങൾ കൊണ്ടൊന്നും ഈ വിരൂപതകൾ നീങ്ങിപ്പോകത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ, എല്ലാവർക്കും ഇത് പ്രയോജനമില്ല. ഒരു ദൈവപുരുഷന്, ഒരു ദൈവമനുഷ്യന് ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കാണ് ആ തിരുവഴുത്തുകൾ പ്രയോജനമുള്ളത്. അത് അവനെ ഉപദേശിക്കും, അതവനെ ശാസിക്കും, ഗുണീകരിക്കും, നീതിയിലെ അഭ്യസനത്തിലേക്ക് നടത്തും. അപ്പോൾ ഒരു വ്യക്തി ഉപദേശിക്കണമെങ്കിലും ശാസിക്കണമെങ്കിലും ഗുണീകരിക്കണമെങ്കിലും ആ വ്യക്തിക്ക് എന്തുണ്ടായിരിക്കണം? വചന അറിയാൻ മാത്രമല്ല, ആ വ്യക്തിക്ക് ഒരു സമർപ്പണം ഉണ്ടാകണം, ഒരു താഴ്മ ഉണ്ടാകണം, ഒരു കീഴ്പ്പെടുന്ന മനസ്സുണ്ടാകണം. എന്നിരുന്നാൽ മാത്രമേ അത് പറ്റത്തുള്ളൂ, അല്ലേ? അതല്ലാതെ എന്ത് ചെയ്യത്തില്ല, അതല്ലെങ്കിൽ വചനം പ്രവൃത്തി ചെയ്യത്തില്ല. യേശു ആരാണ്? യേശു വചനമാണ്, യേശു ദൈവമാണ്, അല്ലേ? ദൈവമായവൻ എന്തിനാ മനുഷ്യനായി ഭൂമിയിൽ വന്ന് ഈ താണ ലോകത്തേക്ക്, അഥവാ പാപം നിറഞ്ഞ ഈ ലോകത്തേക്ക് ഇറങ്ങി വന്ന് എന്തിനാ ഈ പിതാവിനെ കീഴ്പ്പെട്ടിരുന്നത്? എന്തിനാ? നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ കീഴ്പ്പെടുന്ന ഒരു ഹൃദയം, താഴ്മയുള്ളവർക്ക് അവൻ്റെ കൃപ ലഭിക്കും. വക്രനോട് അവൻ വക്രനാണ്, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. നിഗളികളോട് എതിർത്ത് നിൽക്കും. വക്രതയുള്ളവനാണ് അവൻ വക്രനാണ്, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകും. അപ്പോൾ താഴ്മ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു ഹൃദയത്തെയാണ് താഴ്മ. അങ്ങനെ താഴ്മയുള്ള വ്യക്തികളുടെ അകത്താണ് ദൈവവചനം എന്ത് ചെയ്യുന്നത്? ഇടപെടുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. താഴ്മയില്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വചനം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഉപദേശിക്കുമ്പോൾ, അല്ലേ, ദൈവത്തിൻ്റെ വചനം ഉപദേശിക്കുകയാണ്. അത് കൊരിന്ത്യർ ലേഖനത്തിൽ വാക്യമുണ്ട്, അവൻ സംസാരിച്ച വചനം അവർ കൈക്കൊണ്ടു. എങ്ങനെ കൈക്കൊണ്ടത്? സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി തന്നെ കൈക്കൊണ്ടു. മനുഷ്യരുടെ വാക്കായിട്ടല്ല പറയുന്നത്. മനുഷ്യനാണെങ്കിലും ഒരു ശുശ്രൂഷകനാണ് പറയുന്നതെങ്കിലും അത് മനുഷ്യന്റെ വാക്കായിട്ടല്ല കൈക്കൊണ്ടത്. സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി തന്നെ കൈക്കൊണ്ടതോടെ എന്ത് സംഭവിച്ചു? വിശ്വസിച്ച നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. വിശ്വസിച്ച നിങ്ങളിൽ മനസ്സിലാവുന്നുണ്ടോ? കണ്ടിട്ടില്ല അത്? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് 1 തെസ്സലോനിയൻസ് 1:5 ഒന്ന് വായിച്ചത്. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടു കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. 1 തെസ്സലോനിയൻസ് 2:16. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോ നിങ്ങള്? ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. സംഭവിച്ചു? മനുഷ്യന്റെ വചനമായിട്ടല്ല. അപ്പോൾ ഒരു വ്യക്തി വചനം പ്രസംഗിക്കുമ്പോൾ അത് മനുഷ്യന്റെ വചനമായിട്ടല്ല. കാരണം ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതാണ്. ആ വചനം ദൈവത്തിൻ്റെ വചനമാണത്. ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത്, ദൈവത്തിന് എന്നോടുള്ള അരുളപ്പാടുകളാണ് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടെ
ഒരു വ്യക്തി അത് കേൾക്കുമ്പോൾ, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല. ഇനി എങ്ങനെ കേൾക്കേണ്ടത്? സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടു. അപ്പോൾ അത് കൈക്കൊള്ളണം. കേട്ടതോട് മാത്രം കാര്യമില്ല, അതിലെന്താണ് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക, അത് ഏറ്റെടുക്കുക. കൈക്കൊണ്ടു, എന്നിട്ട് പറയാം കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. ഇനി കൈക്കൊണ്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ടോ? എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ സംഗ്രഹിച്ച വചനം, ഏറ്റെടുത്ത വചനം, ആമേൻ പറഞ്ഞ വചനം, അതിങ്ങനെ പരിവർത്തിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ പരിവർത്തിക്കുന്നത്? ആഴത്തിൻ്റെ മീത് ഇരുളുണ്ടായിരുന്നു, അല്ലേ? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അരുൾ ചെയ്തു. എങ്ങനെയാ? അപ്പോൾ ഈ വെളിച്ചം എന്ത് ചെയ്യുന്ന? ഇരുളിൻ്റെ മീത് എങ്ങനെ പരിവർത്തിക്കും? ആ ഇരുളിനെ നീക്കിക്കളഞ്ഞിട്ട് അത് വെളിച്ചമായി തീരാൻ വേണ്ടിയിട്ട്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത് വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെയാണ് വ്യാപരിക്കുന്നത്? ശ്രദ്ധിക്കണേ, എവിടെയാണ് വ്യാപരിക്കുന്നത്? മനസ്സിനെ പുതുക്കണം. എൻ്റെ മനസ്സിനെ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വചനം വ്യാപരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം എൻ്റെ മനസ്സിനെ പുതുക്കും. അങ്ങനെ പുതുക്കുമ്പോൾ അതെന്ത് സംഭവിക്കും? എന്നിൽ ജീവന്റെ സമൃദ്ധി ഉണ്ടാകും. അത് ഒരു കേൾവി മാത്രമായിട്ടിരുന്നത് കൊണ്ടോ ഞാനിതിനെ ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല. ഇതിനൊരു പ്രോസസ്സിംഗ് ഉണ്ട്. ഇവിടെയാണ് എല്ലാവർക്കും പാളിച്ചകൾ വരുന്നത്. വചനം കേൾക്കാത്തതിൻ്റെ കുറവല്ല, നമ്മൾ വചനം കേൾക്കാത്തതിൻ്റെ കുറവല്ല, വായിക്കാത്തതിൻ്റെ കുറവല്ല, ഇതിൻ്റെ പ്രവൃത്തി പദത്തിലേക്ക് കേട്ടോ ഇത് വ്യാപരിക്കാനായിട്ട് അങ്ങ് ഇത് വരുന്ന സമയത്ത് തുരുത്തി പൊട്ടുന്ന പലരുടെയും. കാരണം ഈ വചനത്തിൻ്റെ അനുസരണത്തിന് പഴയ മനുഷ്യൻ്റെ കഴിവുകളോ പഴയ മനുഷ്യൻ്റെ വിൽ പവറോ അവൻ്റെ ജ്ഞാനമോ അല്ല ഉപയോഗിക്കേണ്ടത്. ദൈവകൃപയും ദൈവത്തിൻ്റെ ആത്മാവിനാലുമാണ് ഓരോ വചനവും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അനുസരിക്കേണ്ടത്. അങ്ങനെ അനുസരിക്കുമ്പോഴാണ് അത് എൻ്റെ മനസ്സിനെ പുതുക്കാനും എന്നിൽ ജീവൻ നിറയുവാനും തേജസ്സുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ ഇവിടെ പറയട്ടോ, വിശ്വസിച്ച് നിങ്ങളെ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു വ്യക്തി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി വ്യാപരിക്കുക. കേട്ടോ, മനസ്സിലായോ? നമ്മൾ ഈ ഒരു സ്ത്രീ എന്ത് ചെയ്തു? ആ ഇതൊക്കെ എടുത്തിട്ട് അടക്കി വെച്ചു, പുളിപ്പിച്ചു എന്ന് പറയുന്നില്ലേ? വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അത് കയറി വരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏറ്റവും മാർദ്ദവമേറിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് കല്ലുപോലുള്ള ഹൃദയം. ഇപ്പം നമ്മൾ കല്ലുപോലുള്ള ഒരു അപ്പം അല്ല നമുക്ക് ആവശ്യം. നമുക്ക് എപ്പോഴും മാർദ്ദവമേറിയ ഒരു അപ്പമാണ് ആവശ്യം. നമ്മുടെ ക്യാരക്ടർ കല്ലുപോലുള്ളതാണ്. അപ്പോൾ ഈ വ്യാപരിക്കാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അപ്പമായിട്ട്, ഏറ്റവും രുചികരമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട്, സൗരഭ്യവാസനയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ നോക്കി. നമ്മൾ പറഞ്ഞു അതുകൊണ്ട് അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും, ഒരു ചത്തയിച്ച തൈലക്കാരൻ്റെ തൈലം മുഴുവൻ നശിപ്പിക്കുന്ന പറഞ്ഞാൽ ഇത് വ്യാപരിക്കുവാനായിട്ട് ഞാൻ അനുവദിച്ചില്ലെങ്കിൽ ഇതിൽ പഴയ ജഡിക സ്വഭാവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മറഞ്ഞു കിടപ്പുണ്ട്. ഇതിനെ വ്യാപരിക്കാൻ അനുവദിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ ദൈവത്തിൻ്റെ വെളിച്ചവും ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ വിശുദ്ധിയൊക്കെ നിറഞ്ഞു വരും. എന്നാൽ ഞാനതിനെ അനുവദിക്കുന്നില്ലെങ്കിൽ ഈ രൂപാന്തരപ്പെടാത്ത ജഡം പുറത്തോട്ട് വരും. അതാണ് ഈ പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു സാഹചര്യത്തിന് നടുവിൽ ഞാൻ അനുവദിക്കാത്ത മേഖലയാണ് ഏറ്റവും ആദ്യം കയറി അഭിപ്രായം പറയുന്നെങ്കിൽ അവിടെ ആ ദൈവസാന്നിധ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പലർക്കും ക്രിസ്തുവിൽ എന്ത് ചെയ്യാൻ പറ്റാത്തത്? വളരാൻ പറ്റാത്തത്. നേരത്തെ നമ്മളെപ്പോഴും പറയാറുണ്ട്, പ്രാകൃതം ആദ്യം വരുന്നത്. എപ്പോഴും ഒരു പ്രാകൃതം ആദ്യം വരുന്നത്, അഭിപ്രായങ്ങൾ ആദ്യം പറയുന്നത്. എന്നാൽ നമ്മൾ പ്രാകൃതമല്ല, ആത്മാവിനാൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാറണം. അങ്ങനെ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ജീവനും വിശുദ്ധിയൊക്കെ നമ്മൾ നിറഞ്ഞു വരാനായിട്ട്. ഇന്ന് നമുക്ക് കുറച്ച് സമയം ചിന്തിക്കാനായി ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഹബക്കൂക്ക് അതിൻ്റെ 2-ാം അധ്യായം. ബുക്ക് ഓഫ് ഹബക്കൂക്ക്, അതിൽ 2-ാം വാക്യം അവിടെ ഇങ്ങനെ പറയുന്നത്, 2-ാം അധ്യായം 2-ാം വാക്യം. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വെക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയാം. ദർശനത്തിന് യഹോവ എന്നോട് ഉത്തരവുള്ളത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിക്കാൻ തക്കവണ്ണം അത് ഒരു പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. അതിലൊരു വാക്യോടും പറയാം, താമസിക്കുകയുമില്ല. ഇത് ഒത്തിരി ആഴമുണ്ട് ഇതിന്.
ഈ പറയുന്ന കാര്യങ്ങൾക്ക്. ഇത് നിത്യതയോടുള്ള ബന്ധത്തിലാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ പലപ്പോഴും പല പ്രവാചകന്മാരൊക്കെ പറയുന്നത് ഇവിടുത്തെ കുറേ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിന് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പറയുമ്പോൾ ഇതിൽ ഈ ഒരു ഒറ്റ വാക്യത്തിൽ നമുക്ക് ദൈവം വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ തേജസ്സുണ്ട്, ഈ ഭൂമിയിൽ ദൈവം വച്ചിരിക്കുന്ന നന്മകളുണ്ട്, നമ്മളുടെ കുടുംബജീവിതത്തിലെ സ്വസ്ഥത സമാധാനമുണ്ട്, ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ആ ബോർഡറിൽ നിന്നുകൊണ്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ പറയുന്നത്? എല്ലാ ദൈവം ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മളെല്ലാം അനുഭവിക്കാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, അതെല്ലാം നമ്മൾ അനുഭവിക്കാനായിട്ടുള്ള ഒരു ദൈവിക പദ്ധതിയുടെ നിവൃത്തീകരണമുണ്ട്. അപ്പോൾ ഈ ഇവിടെ പറയാം ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുക. അതിന് എല്ലാത്തിനും ഒരു ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ഈ സമയത്തിന് മുമ്പ് കയറി നമ്മൾ ചാടുമ്പോഴാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. കാരണം മനുഷ്യനെപ്പോഴും ഇപ്പോൾ അപ്പം അതുകൊണ്ടാണ് ഈ കള്ളപ്രവാചകന്മാർക്കും കള്ളയിടയന്മാർക്കും ഒക്കെ ഇത്രയും മൂല്യവും ആളുകൾ കൂടി അതിലേക്ക് പോകുന്നതിൻ്റെ കാര്യം എന്താ? അവരെപ്പോഴും ഇത് ഇപ്പോൾ ശരിയാവുന്ന പറയുന്നത്, ഇപ്പോഴത്തെ വിടുതലാണെന്നുള്ളൊരു കാര്യം പറയുന്നത്. ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു ടൈം പീരീഡ് ഉണ്ട് അല്ലേ? നിങ്ങൾ നോക്കിയാൽ മതി, ഒരു മോശയെ ദൈവം വിളിച്ചപ്പോൾ 40 വർഷം മരുഭൂമിയിൽ ആടിന് നോക്കിയതാണ്. എന്തിനത്? മിസ്രൈമിലെ എല്ലാ ജ്ഞാനവും അഭ്യസിച്ച മോശയാണ് അല്ലേ? ആ ജ്ഞാനത്തെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് എന്നാ നീ അങ്ങ് പോയി ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഒരു 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 ന്യായവിധിക്ക് വേണ്ടിയിട്ട് ദൈവം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചപ്പോൾ ഒരു നോഹയോട് എന്തിനാ കൃത്യതയോടുകൂടി ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു? 120 വർഷം എടുത്ത് പെട്ടകം പണിത് അല്ലേ? ദൈവം രാജാവാക്കി അഭിഷേകം ചെയ്ത ദാവീദ് എന്തിനാ കാട്ടിൽ പോയി കുറേ കാലമൊക്കെ താമസിക്കേണ്ടതായിട്ട് വന്നു? ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തികളെയും ദൈവം പണിതെടുക്കുമ്പോൾ ഒരു ടൈം പീരീഡ് കൊണ്ടാവണം. യേശു കർത്താവ് ഇനി ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു 33 വർഷം ആകെ ജീവിച്ചുള്ളൂ. ഒരു മുള വളർന്നു വരുന്ന പോലെ പെട്ടെന്ന് യേശു ജീവിച്ചു. പക്ഷെ 30 വർഷം ഇതിനെ പിതാവിൻ്റെ സന്നിധിയിൽ കീഴ്പ്പെട്ടിരുന്നത്. ഇതെല്ലാം മാതൃകയാണ്. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റന്റ് ആയിട്ടല്ല ഇത് നടക്കുന്നത്. ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിക്കുമ്പോൾ നിങ്ങൾ നോക്കി 9 മാസം അമ്മയുടെ വയറ്റിൽ കിടക്കുക. ജനിച്ച കുഞ്ഞ് വളർന്നു തന്നെ എത്ര കാലം എടുക്കും? എനിക്കൊന്ന് മനുഷ്യ കുഞ്ഞാണ് വളർന്ന് പക്വതയിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കണത് എനിക്കും അല്ലേ? മറ്റു മൃഗങ്ങളും എല്ലാം വേഗത്തിൽ വളർന്ന് പക്വത പ്രാപിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ വളർത്തി പക്വതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തുമാത്രം സമയവും എന്തുമാത്രം അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ചെലവഴിക്കുന്ന മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മയ്ക്ക് അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നു വരുമ്പോൾ അവൻ ഇവിടെ പറയണ്ടോ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ദൈവത്തിൻ്റെ ഒരു സമയമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത് എൻ്റെ ഹൃദയത്തോട് എൻ്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കണം. മനസ്സൊരിക്കലും ഇത് അംഗീകരിക്കത്തില്ല. കാരണം മനുഷ്യന് വിൽ പവർ ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മളുടേതായിട്ടുള്ള ഇതിലേക്ക് ചാടി കയറാനായിട്ടുള്ള ഒരു പ്രവണതയുണ്ട്. ഏത് കാര്യത്തിലും ഉണ്ട്. അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ പറയാം ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു എന്നിട്ട് പറയാം യഹോവ എന്നോട് അരുളിച്ചത് നീ ദർശനം എഴുതുക, ഓടിച്ചു വായിക്കാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. നമ്മൾ പല വീടുകളിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ എവിടെ നോക്കിയാലും കാണാവുന്ന ദൈവത്തിൻ്റെ വചനം അല്ലേ? ഇത് എന്തിനതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് നമ്മൾ വായിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോൾ അസ്വസ്ഥമായിരിക്കുമ്പോഴായിരിക്കും എഴുതിയിരിക്കുന്ന വചനം അത് ചിലപ്പോൾ ഒരു പാർട്ടി ചെയ്ത് നമുക്ക് ഇഷ്ടം തോന്നി വാങ്ങിയായിരിക്കാം. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ ഒരു സമയത്ത് പെട്ടെന്ന് ആ വചനം നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഇടപെടും. അതുവരെ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത രീതിയിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയാ ദർശനം അവിടെ ഒരു പലകയിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ എന്തെങ്കിലും വീടിൻ്റെ പലകയിൽ എഴുതുന്ന കാര്യത്തെക്കുറിച്ചാണോ പറയുന്നത്? അല്ല, ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ നീ എന്തെഴുതണം? ദൈവത്തിൻ്റെ വചനം എഴുതണം. അതുകൊണ്ട് വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിന്റെ ഹൃദയത്തിൽ വസിക്കണം. അങ്ങനെ വസിക്കുന്ന വചനത്തെ അതിൻ്റെ ടൈം പീരീഡിലേക്ക് എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കും. ഓരോ വചനം നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോഴും അതിനൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയിലേക്ക് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ആ വചനത്തിൻ്റെ ലൈഫിലേക്ക് നടത്തും. മനസ്സിലാവുന്നുണ്ടോ? അത് ഇപ്പോൾ മറിയോട് പറഞ്ഞു. മറിയ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മറിയയെ നോക്കിയാൽ മതി. ദൂതം വന്നു പറഞ്ഞു അല്ലേ, നിനക്ക് കൃപ ലഭിച്ചു അല്ലേ, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നീ ഗർഭം ധരിക്കും, ഒരു കുഞ്ഞിനെ നീ പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറിയ ആകെ അന്താളിച്ചു പോയി. ഇതെന്തു പറയുന്നത് അല്ലേ? അപ്പോൾ മറിയ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി. കാര്യമൊക്കെ മനസ്സിലായി, അവർക്ക് പ്രവചൻ ആണെന്ന് മനസ്സിലായി, അത് എന്നെയാണ് തിരഞ്ഞെടുത്തതെന്ന് മനസ്സിലായി. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ അവൾ തലകളെ വണങ്ങി അല്ലേ, അവളത് ഏറ്റെടുത്ത വശം എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായി. പക്ഷേ ആ ഗർഭിണി ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ആ സമയത്ത് ഒരു പ്രശ്നവുമില്ല. പക്ഷെ എന്താ സംഭവം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ അകത്തുരുവായ ഈ വചനം ജീവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? വളരാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ?
ഇവിടെ നമ്മുടെ ഈ അകത്ത് ഉരുവാകുന്ന ഓരോ വചനങ്ങളും വളർന്നു വരും. ഇത് വളർന്നു വരണമെങ്കിൽ അതിനുള്ളൊരു അന്തരീക്ഷം വേണം, വേണ്ടേ? അതിനുള്ളൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ ഇത് വളരെ കുറഞ്ഞു. അപ്പൊ ഇതിന് തടസ്സം നിൽക്കുന്ന എൻ്റെ രൂപാന്തരപ്പെടാത്ത മനസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ പല വചനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹൃദയത്തിന്റെ പലകളിൽ എഴുതുന്നുണ്ട്. ഏത് വചനം എപ്പോൾ നിവൃത്തിയാകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, കർത്താവാണ്. മനസ്സിലായോ? ഇസ്രായേൽ മക്കള് പറയുന്നൊരു കാര്യമുണ്ട്, ഫറവോനോട് പറയുന്നുണ്ട്. ഫറവോൻ പറയുന്നുണ്ട്, നിങ്ങൾ പൊക്കോ, ആടിനൊന്നും കൊണ്ടുപോകണ്ട, ആടൊക്കെ ഇവിടെ നിന്നോടെ, നിങ്ങൾ പോയി പുരുഷന്മാരൊക്കെ പോയിട്ട് ആരാധിച്ചിട്ട് വരാൻ പറഞ്ഞവർ പറഞ്ഞു, അല്ലല്ല ഞങ്ങളെല്ലാം കൊണ്ടുപോകും, ഞങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും ഞങ്ങളുടെ ആടുമാടുകളെ ഒക്കെ കൊണ്ടുപോകും. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിലേതിനെ എപ്പോൾ യാഗം അർപ്പിക്കണം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, യഹോവ പറയുന്നതിനെയാണ് ഞങ്ങൾക്ക് യാഗം അർപ്പിക്കാനായിട്ട്, അല്ലേ? ഇത്രയും ആടുകളിൽ ഏതിനെ നോക്കണം? അപ്പോൾ കുറേ ഉണ്ട് ഊനമില്ലാത്തതിനോ. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കേൾക്കുന്ന, നമ്മൾ തുറമാനമായ വചനം കേൾക്കുന്നു, വായിക്കുന്നു. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ ഹൃദയം സംഗ്രഹിക്കുമ്പോൾ നമ്മുടെ സൗകര്യപ്രകാരമുള്ള ഒരു വചനമല്ല ക്രിയേറ്റ് ചെയ്യാനായിട്ട് ദൈവം അനുവദിക്കുന്നത്. ദൈവം അനുവദിക്കുന്ന ഒരു വചനം അതിൻ്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിലേക്ക് നയിക്കുമ്പോൾ ആ വചനത്തെ ഞാൻ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അതിനോട് പിന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, എൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ചിന്തകളും എൻ്റെ നിരൂപണങ്ങളും വെച്ചുകൊണ്ട് ഞാൻ ആ വചനത്തെ എന്ത് ചെയ്യരുത്, അതിനെ വളരാനായിട്ടുള്ള അവസരത്തിൽ തടസ്സം നിൽക്കരുത്. അങ്ങനെ തടസ്സം നിന്ന് കഴിയുമ്പോഴാണ് മുരടിച്ചു പോകുന്നത്, വളർച്ചയില്ലാതിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവികമായിട്ടുള്ള ജീവന് വളരാൻ തടസ്സം നിൽക്കുന്ന എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ഇച്ഛകൾ, എൻ്റെ ജഡിക മോഹങ്ങൾ, മുറുകെ പറ്റുന്ന പാപ സ്വഭാവങ്ങൾ, ഇതിനെല്ലാം ഞാൻ എന്ത് ചെയ്യണം? അതിനെ ഏറ്റുപറയണം, നീക്കം ചെയ്യണം. അതിനെ നീക്കിക്കളയാനായിട്ട് കർത്താവ് അനുവദിച്ചിരുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കണം. നല്ലൊരു അന്തരീക്ഷം അതിനായിട്ട് ഒരുക്കണം കേട്ടോ. ഇവിടെ പറയാ, അവനോട് നീ ദർശനം എഴുതുക, ഓടിച്ചു വായിക്കാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. എന്നിട്ട് പറയാ, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. ഒരു അവധിയുണ്ട് എല്ലാത്തിനും. ദൈവവചനത്തെ എല്ലാത്തിനും ഒരു അവധിയുണ്ട്. മനസ്സിലായോ? പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 30 വർഷം പിതാവിൻ്റെ ഹിതം കേട്ട് കൃത്യതയോടുകൂടെ ചെയ്ത് തച്ചൻ്റെ മകനായിരുന്ന് 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടപ്പോഴാണ് സ്വർഗം പറഞ്ഞേ, എന്ത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ ലൈഫിലും ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് തേജസ്സിന് വേണ്ടിയിട്ടാണ്. കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ പുത്രിപുത്രന്മാരെ തീരാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് അവനോട് കൂടെ യുഗായുഗം തേജസ്സിൻ്റെ മക്കളായി സ്വർഗത്തിലും ഭൂമിയിലും വാഴാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ബോധ്യം എൻ്റെ ഹൃദയത്തിൻ്റെ പലകകളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പദവിക്കൊത്തവണ്ണം നയിക്കാനായിട്ടും ദൈവം ആവശ്യമായ കൃപ നൽകും, നമ്മളതിലേക്ക് നടത്തും. മനസ്സിലാകും? എന്നാൽ ഇതിന് തടസ്സം നിൽക്കുന്ന എൻ്റെ ആഡമിക് നേച്ചറിനെ ക്രൂശിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പറയാം, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അടുത്ത വാക്യം നോക്കിയാണ്, ബന്ധപ്പെടുകയാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ലോകം വക്രതയും കോട്ടമുള്ളൊരു തലമുറയുടെ നടുവിലാണ്. സർവ്വലോക ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. പാപം നമ്മുടെ വാതിൽക്കലാണ് കിടക്കുന്നത്. പാപത്തിന്റെ ജഡത്തിന്റെ പ്രമാണങ്ങൾ ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും എന്തുണ്ട്? മോഹങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ ഈ വചനം അനുസരിച്ച് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ അതിന് എൻ്റെ അകത്തെ ആ ഇത് ബന്ധപ്പെടുകയാണ്. പൗലോസ് പറയുന്നുണ്ടല്ലോ, നന്മ ചെയ്യുവാൻ ഞാൻ ഇച്ഛിക്കുന്നുണ്ട്, എന്നാൽ ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്, അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അത് കഴിഞ്ഞിട്ട് വാക്യം പറയുന്നുണ്ട്, എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇതിന്മേലെല്ലാം ജയം നൽകുന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ പഴയ ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ കൃത്യയോടുകൂടി ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാതിരുന്ന പൗലോസ് ആ പഴയ മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട് പറയാണ്, ഇപ്പോൾ എനിക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഈ പാപത്തിന്റെ പ്രമാണങ്ങളെ ജയിക്കാനായിട്ടുള്ള ശക്തിയുണ്ട്. മനസ്സിലായോ? ആ കർത്താവ് അതിനായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഈ അവധി വെച്ചിരിക്കുന്നതിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അസ്വസ്ഥത വരുന്നു. നമ്മളോരെ അല്ലേ, നമ്മൾ പാൻറ്റിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഈ പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു വയ്യായി വന്നു, ഒരു കാലിനൊരു പ്രശ്നം വന്നു, ഡോക്ടർ ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോ ദിവസവും നമ്മൾ എങ്ങനെയായിട്ട് പോയിരുന്നത്. എങ്ങനെയെങ്കിലും നമുക്ക് ഈ പ്രശ്നമില്ലാത്തവർക്ക് അതില്ല. പക്ഷെ ആൻറ്റിക്ക് നന്നായിട്ട് അറിയാം ഈ ഡേറ്റ് എണ്ണുന്നതിനെ കുറിച്ച്, അല്ലേ? 90 ദിവസം ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൻറ്റി കൃത്യമായിട്ട് പറയും, അല്ല 74 ദിവസമായി, 70 ദിവസമായി, 83 ദിവസമായി, ഇതൊക്കെ കൃത്യമായിട്ട് ആൻറ്റി പറയാറുണ്ട്. നമ്മളത് എനിക്കത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല. ഉണ്ടായൊരു സംഭവത്തിന്റെ ഓർമ്മയുണ്ട്, അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആൻറ്റി അത് കൃത്യമാണ്. എന്താ കാരണം? ആ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിക്ക് കൃത്യമായിട്ട്
ആ സമയം അറിയാം. ഇതുപോലെ നമ്മൾ നിത്യതയുടെ ഒരു വെളിച്ചത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ പറയാണ് അതിൻ്റെ സമാപ്തിയിലേക്ക് ഒരു ബന്ധപ്പെടുന്നുണ്ട് നമ്മൾ. പക്ഷേ ഇതൊന്നും നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകാനല്ല, പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യ തേജസ് നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയിട്ടാ. ഇനി ഇവിടെ പറയാ ബന്ധപ്പെടുന്നു എന്ന് പറയുന്നത് എൻ്റെ അകത്തുള്ള ആ രൂപാന്തരപ്പെടാത്ത പഴയ മനുഷ്യനാണ് ഈ ബന്ധപ്പാട്. പക്ഷെ അടുത്ത വാക്യം പറയാ സമയം തെറ്റുകയില്ല. ഇത് നമ്മൾ ഉള്ളിൽ എഴുതണം. സമയം തെറ്റത്തില്ല. നമ്മളിത് എത്ര നാളെ കർത്താവേ, എന്തോരം നാളായി ഞാനിത് ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, മടുത്തു, ക്ഷീണിച്ചു, എത്ര നാളായി എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയാ അത് തെറ്റത്തില്ല. നീ ചോദ്യം ചോദിക്കുന്നത് നിന്റെ മനുഷ്യനുണ്ടല്ലോ, അതിനാണ് എന്ത് വരേണ്ടത്? ആ നിന്റെ മനസ്സിനാണ് നീ മാറ്റം വരുത്തേണ്ടത്. ദൈവവചനം എന്തു പറയുന്നത് നീ അത് വിശ്വസിക്കണം. കാരണം എന്താ? അത് ആകാശം ഭൂമി മാറിപ്പോയാലും ഈ വചനത്തിന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റം വരത്തില്ല. അത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണ്. അതുകൊണ്ട് എത്രത്തോളം നീ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊരു ദൈവം ഉദ്ദേശിച്ച ഒരു സമയത്തിന് ഒരു നിമിഷം പോലും അത് എന്ത് ചെയ്തില്ല, മാറത്തില്ലെന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞ് എൻ്റെ മനസ്സിനെ ഞാൻ പുതുക്കണം. അല്ലേ? അതുകൊണ്ടാണ് വചനം പറയുന്നത് വെള്ളിയിൽ നിന്നും കീടം നീക്കിയാൽ തട്ടാന് പണിയാനുള്ള ഉരുപ്പിടി കിട്ടും. അപ്പോൾ തട്ടാൻ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. എന്താ കാരണം? ഇത് ഇവിടെ ഈ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയാണ്, എൻ്റെ ജഡത്തിന് ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്താ? എൻ്റെ അകത്തിരിക്കുന്ന അഴുക്കുകളെ, മലിനതകളെ, വിരൂപതകളെ നീക്കിക്കളയാ. കാരണം ഈ വിരൂപതകളെ നീക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉപയോഗിക്കുന്ന ചിലപ്പോൾ കോടാലിയായിരിക്കും. മനസ്സിലായോ? കോടാലി കൊണ്ട് ഒറ്റ വെട്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വലിയ ഈ കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കുന്നതും മരത്തിന്മേലൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിനെന്ത് ചെയ്യും? വലിയ കോടാലിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആദ്യം തന്നെ ഇതുണ്ടാക്കുന്ന ശില്പി വെട്ടിക്കളയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്നത് കത്തിയായിരിക്കും, അല്ലേ? ഇതൊന്നും കണ്ടിട്ടില്ല ഞങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഉളിയായിരിക്കും, പിന്നെ ചിസിൽ ചെയ്ത് കളയുന്നതായിരിക്കും, പിന്നെ ഉരച്ച് മിനുസപ്പെടുന്നതായിരിക്കും. ഇതൊക്കെ ഒരു നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന, നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന വിരൂപതകളെ നീക്കിക്കളയുവാൻ വേണ്ടി ദൈവം ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. ആ സമയത്താണ് ഈ ബന്ധപ്പാട് വരുന്നത് മനസ്സിൽ. മനസ്സിലായോ? പക്ഷേ ഇതെപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്? അല്ല, എപ്പോഴും ഉരച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉരച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു ഇത് മാറിക്കഴിഞ്ഞാൽ ആ രൂപം മാറിപ്പോവും. ഈ വെള്ളിയിൽ നിന്നും കീടം നീക്കുന്ന പരിപാടി ചെയ്യുമ്പോൾ ഈ ചൂടിലാണ് ഇരിക്കുന്നത്, അല്ലേ? ഇത് ചെയ്യുന്ന തട്ടാനും ചൂടിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഈ ചൂടി തട്ടാനും അനുഭവിക്കുന്നില്ലേ? അപ്പൊ ഇത് തട്ടാന്റെ കൃത്യത്തിൽ ആഗ്രഹം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആഭരണമാക്കി അതിനെ മാറ്റണം. അതിന് തടസ്സം നിൽക്കുന്ന ഈ അഴുക്ക് മുഴുവൻ നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഈ തീയിൽ കൂടി അതിനെ ശോധന ചെയ്യുന്നത്. ആ അഴുക്ക് നീങ്ങിപ്പോകുമ്പോൾ എന്താ സംഭവിക്കുക? എങ്ങനെ അത് അറിയുന്നത്? ആ വെള്ളിയിൽ ആ തട്ടാന്റെ മുഖം തെളിഞ്ഞു വരും. അപ്പോൾ ഇവിടെ പറയാം സമയം തെറ്റുകയില്ല എന്ന് പറയുന്നത് എൻ്റെ അകത്ത് ബോധ്യമുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിനടിയിലും നമ്മൾ എന്ത് ചെയ്യാം? എല്ലാത്തിനും സ്തോത്രം ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നത് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. കർത്താവെ സ്തോത്രം. ഈ അവസ്ഥയിൽ കർത്താവെ എന്നെ ഈ സ്വരൂപത്തോട് അനുരൂപമാക്കുന്ന ഈ കാലയളവിനായിട്ട് ഞാൻ ദൈവം നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെയിലുള്ള ഈ വിരൂപതകളെ നീക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്തും നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ ഇവിടെ സമയം തെറ്റത്തില്ല എന്നുള്ളൊരു ഉറച്ച ബോധ്യം എൻ്റെ അകത്തുണ്ടാകണം. അകത്തുണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, നിരാശപ്പെട്ടു പോകും, ദുഃഖത്തിലേക്കും ഭീതിയിലേക്കും ഒക്കെ പിശാച് എന്ത് ചെയ്യും? നയിക്കാനായിട്ട് ഇടവരും. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രത സംഭവം പണിയൊക്കെ നടക്കണമെന്ന് അറിയാം. പക്ഷെ വെറുതെ എത്ര നാളായി ഇത് തീരുന്നുണ്ടോ? കുറേ കാലമായാലും പറഞ്ഞു തുടങ്ങിയിട്ട് ഈ പണി എന്ന് പറയുന്നതിനൊക്കെ ഒരു സമയമില്ലേ? ഇങ്ങനെയുള്ള പലവിധമായിട്ടുള്ള ചിന്തകൾ പിശാച് കൊണ്ടുവരുമ്പോൾ അതിനെ ജയിക്കാനായിട്ടാണ് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതണം. ഈ ദൈവമായിട്ടുള്ളൊരു ഉത്തമ ബന്ധം ഉണ്ടാകണം. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവനത് നിവർത്തിക്കും എന്നുള്ള ബോധ്യം ഉണ്ടാകണം. എന്നെ കർത്താവ് കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. കണ്ടാലും അവൻ ലോകാവസാനത്തോളം എല്ലാ നാളും എന്നോട് കൂടെയുണ്ട്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. ഞാനാണ് പലപ്പോഴും അവിശ്വസ്തത കാണിക്കുന്നത്, പക്ഷേ കർത്താവ് വിശ്വസ്തനാണ്, അല്ലേ? അവൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരത്തില്ല. അത് തലമുറയായിട്ടുള്ള ഒരു ദൈവമാണ്. അതുകൊണ്ട് സമയം തെറ്റത്തില്ലെന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. സാഹചര്യങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമായിരിക്കുമ്പോഴും ദൈവം പ്രവർത്തിക്കുന്നു, അല്ലേ? ദൈവത്തിൻ്റെ കൺട്രോളിലാണ്, അല്ലേ? ദൈവമാണ് എല്ലാം എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഈ ലോകത്ത് ഒന്നും നടക്കത്തില്ല. പിശാചിന് പോലും ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തില്ല. ഒരു മുടി താഴെ വീഴത്തില്ല. ഒരു 2 കാശിന് 3 കുരുകിലുകൾ വിൽക്കുന്നുണ്ട്, അതിലൊരു കുരുകില് പോലും താഴെ വീഴത്തില്ല.
ഒരു നായ പോലും ഓരിയിടത്തില്ല. വചനത്തിൽ നിന്ന് ഇതെല്ലാം പറയുന്നത്. ഒരു നായ പോലും എന്ത് ചെയ്യത്തില്ല? ഓരിയിടത്തില്ല. കേട്ടോ? അപ്പോ പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ഇതെല്ലാം ദൈവത്തിന്റെ കൺട്രോളിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. ഇതെന്തിനൊക്കെ പറയുന്നത്? ഓ, കർത്താവ് പറയേണ്ട ഒരു നായ പോലും ഓരിയിടില്ല കേട്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണോ? അതല്ല. ഒരു മുടി പോലും ഇത് കർത്താവ് അറിഞ്ഞിട്ട് വീണെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? അല്ലെ ഒരു കിളി ചത്ത് എടുക്കാണ്ട് അതും കർത്താവ് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? ഇത് നമ്മുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകണം. എൻ്റെ ദൈവമാണ് സകലത്തെ നിയന്ത്രിക്കുന്നത്. ഈ ഒരു ബോധ്യം എന്നെ ഏത് സാഹചര്യത്തിന് നടുവിലും ഉറപ്പുള്ളവനായിട്ട് നിർത്തും. നമ്മൾ ആരാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇത് മറ്റുള്ളവർക്ക് ഇത് അറിയത്തില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. നമ്മൾ ആരാണ്? നമ്മൾ ആ സ്വർഗീയ പിതാവിന്റെ പുത്രന്മാരാണ്. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെയാണ്. നമ്മൾ ഞാൻ കർത്താവിന്റെ ദൈവമേ, നീ എന്നെ കാണുന്നില്ലേ, നീ എന്റെ വിഷമം അറിയുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. പിന്നെ എന്താ പ്രശ്നം? കർത്താവിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കാത്തൊരു ദൈവമാണ്. നമ്മൾ ചിലപ്പോൾ സങ്കടപ്പെടും, ദുഃഖിക്കും, വേദനിക്കും. അപ്പൊ നമ്മൾ കർത്താവ് അറിയുന്നില്ല. കർത്താവ് അറിയുന്നുണ്ട്. പക്ഷേ ഒരു ഇമോഷണലായിട്ട് എന്ത് ചെയ്യത്തില്ല? ദൈവയുടെ കാര്യം ഇടപെടത്തില്ല. അങ്ങനെ ഇടപെട്ടാൽ എന്ത് സംഭവിക്കും? നമ്മൾ ആവേണ്ടുന്ന രീതിയിൽ നമ്മൾ ആയിത്തീരത്തില്ല. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, അപ്പൊ കുഞ്ഞുങ്ങൾ പലപ്പോഴും പല സംഭവങ്ങളും അവർ കരഞ്ഞ് നിലവിളിച്ച് പറയും. ചില സംഭവങ്ങളൊക്കെ വേണമെന്ന് പറയുമ്പോൾ അത് മേടിച്ചു കൊടുക്കും. എന്താ മേടിച്ചു കൊടുക്കാത്തത്? അവർ നിലവിളിച്ചതല്ലേ, കരഞ്ഞതല്ലേ, എന്നാൽ പിന്നെ അതങ്ങ് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് മേടിച്ചു കൊടുക്കാത്തത് എന്താ? അത് മേടിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ മാത്രമേ മേടിച്ചു കൊടുക്കാവൂ. അതല്ലാതെ അവർ എത്ര നിലവിളിച്ചാലും എത്ര കരഞ്ഞാലും എന്ത് ചെയ്യത്തില്ല? മേടിച്ചു കൊടുക്കത്തില്ല. അല്ലേ? അതുപോലെ തന്നെയാണ് ദൈവം. നമ്മൾ സങ്കടപ്പെടുമ്പോൾ, നിരാശപ്പെടുമ്പോൾ, ദുഃഖിക്കുമ്പോൾ കർത്താവിന് ദുഃഖമുണ്ട്. മനസ്സിലായില്ലേ? അല്ലേ? പുത്രനെങ്കിലും ഇതൊക്കെ നമുക്ക് എല്ലാം അറിയാം. നമുക്ക് പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ എന്ത് പഠിച്ചു? അപ്പൊ കഷ്ടങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ? അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ പോകുമ്പോൾ ഓർക്കണം, പുത്രനും ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയതാ. പുത്രൻ നിലവിളിച്ചിട്ടും പിതാവ് എന്ത് ചെയ്തില്ല? പിതാവ് മുഖം തിരിച്ചു കളഞ്ഞില്ലേ? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് എന്തെന്ന് നിലവിളിച്ചപ്പോ അശ്യോ എന്റെ മോൻ കിടന്ന് നിലവിളിക്കുക, എന്നാ പിന്നെ മോനെ കുരിശിന്നങ്ങ് ഇറക്കിയേക്കാന്ന് പിതാവ് വിചാരിച്ചോ? നിങ്ങളെന്ത് ഇതൊന്നും കാണാത്തെ? മനസ്സിലായോ? അപ്പോ അതെന്തുകൊണ്ടാണ് ചെയ്യാതെ? നമ്മളെ മാനവരാശിയെ മുഴുവൻ രക്ഷിക്കുവാനായിട്ടുള്ള ദൈവത്തിന്റെ ആ വലിയ പദ്ധതിയിലേക്ക് ദൈവം കൊണ്ടുപോകുമ്പോൾ, കാരണം ഒന്നാം മനുഷ്യനായ ആദാം തോറ്റുപോയപ്പോൾ ഒടുക്കത്തെ ആദാമായി വന്നിരിക്കുന്ന യേശുവും എന്ത് ചെയ്യണം? ഇതിനെ ജയിക്കണം. നിങ്ങൾക്ക് വല്ലതും പിടിയിട്ടുണ്ടോ? നിങ്ങൾക്കൊന്നും പിടിയിട്ടില്ല. ഒന്നാമത്തെ ആദാം തോറ്റുപോയി, ഒടുക്കത്തെ ആദാം വന്നു. ഒടുക്കത്തെ ആദാം തോറ്റുപോയാലുള്ള അവസ്ഥ എന്തുവാ? നിത്യ നരകത്തിലേക്ക് മാനവരാശി മുഴുവൻ പോവുക. ഇതൊന്നും നമുക്ക് ആര് പോയാൽ എന്താ കുഴപ്പം? പറഞ്ഞ പോലെ മാനവരാശി മുഴുവൻ നിത്യ നരകത്തിലേക്ക് പോവുകയാണ്. ഈ നരകത്തിലേക്ക് പോകുന്ന നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലാ മഹിമകളെയും വെടിഞ്ഞ് പുത്രനോട് വന്നിരിക്കുന്നത്. അപ്പൊ പുത്രന്റെ ഓരോ സ്റ്റെപ്പും ആരെ നോക്കി? പിതാവ് നോക്കിക്കൊണ്ടിരിക്കുക. പുത്രൻ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ, പുത്രൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി വരുന്ന സമയത്ത് പുത്രനെ പിതാവ് പരീക്ഷയിലേക്ക് അയക്കുക. നിങ്ങൾക്ക് ആ പരീക്ഷയിലേക്ക് അയക്കുന്ന സാഹചര്യമൊക്കെ പിതാവിന്റെ മനസ്സ് നിങ്ങളൊന്ന് കാണണം. ഈ പരീക്ഷയിലേക്ക് പോകുമ്പോൾ 40 രാവും 40 പകലും ഉപവസിച്ചിരിക്കുന്ന പുത്രൻ ആ പിശാചിന്റെ ഒരു തന്ത്രത്തിൽ വിധേയപ്പെട്ട് ആദ്യത്തെ ആദാം വീണുപോയതുപോലെ വീണുപോയാൽ പിന്നെ എന്തെല്ലാം പരിപാടികൾ ചെയ്യുന്നറിയോ നിങ്ങൾക്ക്? മനസ്സിലായോ? കാരണം ദൈവത്വം വെടിഞ്ഞ യേശു ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അത് ഒരു സാധാരണ മനുഷ്യനായിട്ട് യേശു ഭൂമിയിൽ ജീവിക്കുന്നത്. എല്ലാവിധമായിട്ടുള്ള ടെംപ്റ്റേഷനുകളും ചുറ്റിലും ഉണ്ട്. യേശുവിന്റെ ഉള്ളിൽ പാപമില്ല. മനസ്സിലായോ? പക്ഷെ പാപത്തിന്റെ പ്രമാണമുള്ളൊരു ലോകത്തേക്ക് യേശു ഇറങ്ങി വന്നിരിക്കുന്നത്. അവന് വിശക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ നിനക്ക് വിശക്കുന്നില്ല അപ്പമാവൻ പറഞ്ഞത്. അപ്പൊ അത് ആ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു നീഡ് ആവശ്യമുള്ള സമയത്ത് പിശാചി വന്നിട്ട് എന്ത് ചെയ്യുന്നത്? നീ വിശക്ക് 40 ദിവസം നീ ഉപയോഗിച്ചതല്ലേ, നീ ആ കല്ലുകളോട് അപ്പമാവൻ പറഞ്ഞാൽ നടക്കുകയല്ലേ? പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എൻ്റെ ഒരു നീഡ് എൻ്റെ മുമ്പിൽ വരുമ്പോൾ ആ നീഡിനെ അത് ദൈവഹിതപ്രകാരം ചെയ്യാതെ, അവിടെ ദൈവം എന്തുദ്ദേശിക്കുന്നോ മനസ്സിലാക്കാതെ എൻ്റെ വില്ലില് ഞാൻ ആ ആവശ്യത്തിൽ കയറി എൻ്റെതായിട്ടുള്ള വില്ലിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പിശാച് പ്രേരിപ്പിക്കുക. ഇതാണ് ഈ പിശാചിന്റെ പരീക്ഷ എന്ന് പറയുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? ഒരു സാഹചര്യത്തിൽ ദൈവം എന്തുകൊണ്ട് അവിടെയാണ് വചനം കൊണ്ട്. കാരണം ഈ 40 രാവും 40 പകലും അല്ലെങ്കിൽ 40 ദിവസം ഞാൻ ഉപവസിച്ചെങ്കിൽ ഈ ഒരു സാഹചര്യത്തിന്റെ നടുവിൽ എനിക്ക് നിൽക്കാനായിട്ട് അറിയാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന ഒരൊറ്റ വചനമാണ്. ആ വചനം വാള് പോലെയാണ് അങ്ങനെ ചെല്ലുന്നത്. ഇതാണ് വചനമെന്ന ആത്മാവിന്റെ വാൾ എന്ന് പറയുന്നത്. ആ സാഹചര്യത്തെ ജയിച്ച് വരുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ ഉയരത്തിലെ നമ്മളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങളുടെ നടുവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജയിക്കാനായിട്ട് വരും. പലവിധമായ ടെംപ്റ്റേഷനുകൾ വരും, എന്നാൽ അതിൻ്റെ നടുവിലൊക്കെ നമുക്കും ജയിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ പറയാ സമയം തെറ്റുകയില്ല കേട്ടോ. എന്നിട്ട് പറയാ അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അടുത്തത് എന്തുവാ? കാത്തിരിക്കുക അല്ലേ? അവിടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു കർത്താവ് എന്ത് ചെയ്തു? സ്വർഗാരോഹണം ചെയ്ത് മുകളിലേക്ക് പോയി. എല്ലാവരും മുകളിലോട്ട് നോക്കിയിരിക്കുക. സ്വർഗാരോഹണം ചെയ്ത് പോയി. ദൂതൻ വന്ന് അവരോട് പറയുന്നുണ്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്താ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാത്തിരിക്കണം കർത്താവിന്റെ വരവിന്, അല്ലെ? നിങ്ങൾ ഇവിടെ പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരാ. ഇത് കാത്തിരിപ്പിന്റെ ഇതാ പറയുന്നത്. ഇങ്ങനെ നമ്മൾ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അനുസരിച്ച് കാത്തിരിക്കുന്ന കാലയളവിലാണ് പലരും എന്ത് ചെയ്യുന്നത്? തെറ്റിപ്പോകുന്നത്. മടുക്കുകയാണ് പലർക്കും. എത്രത്തോളം, അല്ലെ? അതാണ് ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞത്. ഇസ്രായേൽ മക്കൾക്ക് ഇത് തന്നെയാ, ഈ മന്ന മാത്രമേ ഉള്ളൂ, ഈ വചനവും ഈ കർത്തൃമേശയും, ഇത് മാത്രം. വേറെ പെരുന്നാളില്ല, അടിപൊളിയില്ല, പാട്ടില്ല, ഡാൻസ് ഇല്ല, ബാൻഡില്ല, ഒന്ന് ഇതടക്കാനില്ല. അപ്പോൾ അവർ പറഞ്ഞ അവർ അവിടുത്തെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. പഴയ പെരുന്നാൾ, പഴയ പള്ളി, പഴയ ആഘോഷം, പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവിടെയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാ. അവിടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഓശാന ഉണ്ടായിരുന്നു, ദുഃഖവെള്ളി ഉണ്ടായിരുന്നു, ഈസ്റ്റർ ഉണ്ടായിരുന്നു, ക്രിസ്മസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മൊത്തത്തിലൊരു ഓളപ്പരപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് തിരിച്ചു പോയാലോ? എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ പറയാ, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ തിരികെ പോകുവാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ഈ വിട്ടുപോയാലുള്ള പ്രോബ്ലം എന്താണെന്നറിയാമോ? വിട്ടുപോരാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ വിട്ടുപോയി കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഈ തെളിച്ചം ലഭിച്ചിട്ട് വീണ്ടും തിരിച്ചു പോയാൽ അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കഴിവുള്ളതല്ല. കാരണം ഇത് പെട്ടുപോയി കഴിഞ്ഞാൽ, അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ലെന്ന് തന്നെ ദൈവവചനം പറയും. കൂടെ പെയ്യുന്ന മഴ കുടിച്ചിട്ട് ഭൂമി ഫലഭൂയിഷ്ടമായിട്ടുള്ള വിളകളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചുവെങ്കിലോ അത് ശാപഗ്രസ്തമാണ്. മനസ്സിലായി? വെട്ടി കളയുക അത്രേ അതിൻ്റെ അന്ത്യം. ചുട്ടുകളയുക അത്രേ അതിൻ്റെ അന്ത്യം. പിന്നെ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നൊരു വാക്ക് നിങ്ങൾ നോക്കി, 2 പത്രോസിൽ പറയുന്ന ഒരു വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും ഇങ്ങനെ പഴയ സന്തോഷങ്ങളിലേക്ക്, സുഖങ്ങളിലേക്ക്, രസങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിനെ പുതുക്കിയില്ല എങ്കിൽ ആ കെണിയിൽ പെട്ടുപോകും. അവിടെയാണ് കർത്താവ് പറഞ്ഞ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. അതിലെ 2 പത്രോസ് 2-ന്റെ 21-22 തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ, അതിന്റെ മുകളിൽ വായിച്ചോ, 20 തൊട്ട് വായിച്ചോ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. ആണോ? ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നിട്ട് 22-ാമത്തെ വാക്യം, എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായി എന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉള്ളുവാൻ തിരിഞ്ഞ പന്നി എന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, പന്നിയും നായയും സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ചെയ്യും, പട്ടിയും നായും ചേരില്ല എന്ന് വെച്ചു. പറഞ്ഞതിന് അർത്ഥം അതല്ല. പന്നിയും നായും ചെല്ലില്ല എന്ന് പറഞ്ഞതിന് അർത്ഥമല്ല, ഈ വക സ്വഭാവങ്ങളുള്ളവരാണ് ചെല്ലില്ലെന്ന്. എന്താ അർത്ഥം? മനസ്സിലായില്ലേ?
ഛർദിക്ക് തിരിഞ്ഞ നായ എന്ന് പറഞ്ഞാൽ അയ്യോ നായ പള്ളിയിലോട്ട് കൊണ്ടുവരില്ലെന്നല്ലേ പറഞ്ഞാൽ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഛർദിക്ക് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ സ്വഭാവങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു പോകാനുള്ള ഒരു പ്രവണത. അതെപ്പോഴും നമ്മൾ വശീകരിച്ചുകൊണ്ടിരിക്കും, അതിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല ഇതിൻ്റെ പല നമ്മളുടെ ദേഹിയിൽ സന്തോഷിച്ച പല സംഭവങ്ങളുടെയും ഇതുകൊണ്ട് ഉള്ളിൽ നിന്ന് പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മളെ ആകർഷിക്കാനുള്ള പിശാചിൻ്റെ വളരെ തന്ത്രങ്ങളാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് കുളിച്ചിട്ട് പിന്നെയും ചെളിയിലേക്ക് വരും. അത് പന്നിയുടെ സ്വഭാവമാണ്. അപ്പോൾ ഈ ഒരു സ്വഭാവത്തിനാണ് മാറ്റം വരേണ്ടത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഈ കാര്യം എടുത്തു പറഞ്ഞത്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇത് പറയാനുള്ള കാരണം എന്താ കേട്ടോ, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. ഈ കാത്തിരിക്കുന്ന സമയങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, പലർക്കും അസ്വസ്ഥത ഉണ്ടാകുന്നത്. എബ്രായർ 11:14 ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരിക്കുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഇവിടെ പറയാ കേട്ടോ, അവർ വിട്ടുപോകുന്നതിനെ ഓർപ്പിക്കുന്ന ഒരു പരിപാടി പിശാചിന്റെ വലിയ തന്ത്രമാണ്. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതാണ് ഈ നമ്മുടെ മനസ്സെന്ന് പറയാം. മനസ്സിലിങ്ങനെ നമ്മുടെ ലൈഫിൽ സന്തോഷിച്ച മുഹൂർത്തങ്ങൾ, രസിച്ചത്, കൂട്ടുകെട്ടുകൾ, ഇതൊക്കെയുണ്ട്. അതൊക്കെ വിട്ടുപോകുന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സ് പലപ്പോഴും ഈ വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ഈ ദൈവ തേജസ്സിനിലാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും ഒരു മടുപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. മടുപ്പ് വരാനായിട്ടുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായി? അപ്പോൾ ഈ മടുപ്പ് വരുമ്പോഴാണ് ഇവിടെ പറയുന്നത് കണ്ടോ, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അപ്പോൾ ഇത് എത്രത്തോളം കാത്തിരിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ. ഇത് എത്രത്തോളം കാത്തിരിക്കുന്നത്, എത്രത്തോളം ഇപ്പോൾ വരും കർത്താവ്, ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നൊന്നും ഇല്ലല്ലോ. നമ്മൾ ഇന്ന് വരും, നാളെ വരും, കർത്താവ് വരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ വന്ന് പറഞ്ഞാണ് പത്രോസിന്റെ ലേഖനം വായിക്കും. സമയമില്ല. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞ ആളുകൾ ഇത് കേട്ട് കർത്താവ് വരും. ആകാശവും വെള്ളത്തിൽ നിന്നുളവായ ഭൂമിയൊക്കെ ഇപ്പോഴും ഉണ്ടായതുപോലെ ഇരിപ്പുണ്ട്. ഇത് വരും എന്ന് പറഞ്ഞിട്ടൊന്നും നടക്കുന്നത് ഇപ്പം ചുമ്മാ പറയുന്നതാണ്, തട്ടിപ്പ്, ഓരോരുത്തരെ വയറ്റിപ്പഴുപ്പ് എന്നൊക്കെ പറഞ്ഞ് അകത്ത് നിങ്ങനെ ഓരോ സാധനങ്ങൾ രൂപാന്തരപ്പെടാത്ത ഉള്ളിൽ കൊണ്ടിട്ടിരിക്കുന്ന പഴയ കളകളുണ്ട്. ഈ കളകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. ഒന്ന് സന്തോഷിക്കുന്നതിന് ഇപ്പം എന്നാ കുഴപ്പം, ഒന്ന് എൻജോയ് ചെയ്യുന്നതിന് എന്നാ കുഴപ്പം. അപ്പം അതൊക്കെ അതിനോട് എല്ലാവരും ഉത്തരവ് വിശ്വസിച്ചതിലാണ് ചോദ്യങ്ങളുള്ളിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത് ഇപ്പം പറഞ്ഞു നമ്മൾ മാത്രമേ ഉള്ളൂ, ഈ ഇത് മാത്രമേ ഉള്ളൂ, ഈ കാണുന്ന എല്ലാവരും നരകത്തിലേക്ക് പോകും. ഇങ്ങനെയുള്ള പല എന്താ പറയുക, നമ്മുടെ അകത്തിരിക്കുന്ന ഒരു മോഹത്തെ ഉണർത്തിക്കാൻ വേണ്ടി നമ്മളുടെ മനസ്സ് തന്നെ എന്ത് ചെയ്യും, സ്വയം സംഭാഷിക്കാൻ തുടങ്ങും. ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മനസ്സിനെ പുതുക്കിയില്ലെങ്കിൽ കാര്യപ്പോക്കാം. ഇതിൽ പെട്ടുപോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല. വെറുതെ പറയുന്നൊന്നുമല്ല. ഇത് വൺസ് പെട്ടുപോയാൽ ഈ പിശാചിന്റെ ഈ തന്ത്രത്തിൽ, കാരണം ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ ഉള്ളിൽ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ മുളച്ചു കഴിഞ്ഞാൽ ഇതിനെ വളർത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും പെട്ടെന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരും. കോളുകളായിട്ട് വരും, വിളികളായിട്ട് വരും, അന്വേഷണമായിട്ട് വരും നമ്മളെ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സെന്ത് ചെയ്യും, തെറ്റിപ്പോകാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇത് ഇസ്രായേൽ മക്കൾക്കുണ്ടായി. അവർ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച ചിറ്റുള്ളി, വെള്ളുള്ളി, അല്ലേ, മത്തങ്ങ, സാമ്പാർ, ഇതൊക്കെ ഓർത്തവർ. ഇവിടെ കർത്താവ് കൊടുത്തെന്തോ ഇവർക്ക് പകൽ മേഘസ്തംഭം, രാത്രി മന്ന എന്ന് പറഞ്ഞാൽ ആരുടെ ഭോജനം? മന്ന എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ. അവര് പറയാം ഈ ഇതല്ലാണ്ട് ദൂതന്മാരുടെ ഭോജനം. അവിടെ എങ്ങനെയായിരുന്നു ഇവര് ഈ ചുറ്റുള്ളി വെള്ളി എങ്ങനെയായിരുന്നു? അവിടെ അടിമത്തത്തിലായിരുന്നു. അവിടെ വിറക് പോലും കൊടുക്കുകയില്ലായിരുന്നു, ഇഷ്ടിക ഉണ്ടാക്കണമായിരുന്നു. അവിടെ കിടന്ന് നിലവിളിച്ച് കരഞ്ഞ് മടുത്ത് ദൈവം അവരെ വിടിവിച്ചുകൊണ്ട് അവരെ വാഗ്ദത്ത ദേശമായ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ചെറിയൊരു 2 ദിവസം വെള്ളമില്ല. അപ്പോഴേക്കും അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ അകത്തിരിക്കുന്ന പാപപ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല. മനസ്സിലായോ? നിസ്സാര ദൂരത്ത് ഒരു 12 ദിവസം, മാക്സിമം 10-12 ദിവസം പോയാൽ എത്തിച്ചെല്ലാമായിരുന്ന ദിവസം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ 12 ദിവസം പോലും എന്ത് ചെയ്തില്ല, പിറുപിറുപ്പ് കൂടാതെ ഇവർക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ള മനസ്സിലാവും. അതാണ് നമ്മുടെ ജഡം എന്ന് പറയുന്നത്. ഒരു സാഹചര്യം വരുമ്പോൾ ഇതെല്ലാം പൊങ്ങി വരും. പകൽ മേഘസ്തംഭമായിട്ട്, രാത്രി അഗ്നിത്തൂണായിട്ട്, അല്ലേ? ദൈവം അവരെ കരുതി നടത്തി കൊണ്ടുപോകുമ്പോൾ ഈ ദൈവത്തിൽ അവരെന്ത് ചെയ്തില്ല, വിശ്വസിച്ചില്ല. ദൈവത്തെക്കാൾ അധികമായിട്ട് മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ചു, സ്വയം സംഭാഷണങ്ങൾ വിശ്വസിച്ചു. അത് ആ വ്യക്തിക്ക് നാശമായിട്ട് തരും. അപ്പോൾ ഇവിടെ പറയാണ്, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനെ കാത്തിരിക്കുക, അത് വരും.
നിശ്ചയം ഈ ലോകത്ത് എന്തൊക്കെ ഇത് സംഭവിച്ചാലും ഒരു ഉറപ്പുള്ളൊരു കാര്യമാണ്. എന്താണ്? യേശു കർത്താവ് വരും, അവൻ വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പറയാ അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. കണ്ടോ? അത് താമസിക്കത്തില്ല. പിന്നെ എന്തുകൊണ്ട് കർത്താവ് താമസിക്കുന്നത്? ഞാൻ ഇവിടെ പറഞ്ഞത് താമസിക്കത്തില്ലെന്ന്. പക്ഷെ പത്രോസിന്റെ ലേഖനത്തിൽ പറയാ, ഇവിടെ പറയാ താമസിക്കത്തില്ലെന്ന്. ഇവിടെ പത്രോസ് പറയാ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതാണ്. കർത്താവിന്റെ ദിവസമോ കള്ളന് പെട്ടെന്ന് സംഭവിക്കുന്നത്. നിലച്ചിരിക്കാത്ത നാഴികയിൽ മനുഷ്യർ ആ സമയത്തൊന്നും ഓടിപ്പോയിട്ട് ഈ ബാബിലോണിൽ നിന്ന് വിട്ടുപോരാനൊന്നും പറ്റത്തില്ല. വിട്ടിരിക്കുന്ന ആ കെട്ടുകളിൽ നിന്നും അഴിഞ്ഞു പോരാനായിട്ട് പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും നോക്കുന്നത് അയ്യോ എൻ്റെ മക്കള്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു ഇത് വേണം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണം, മക്കൾക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് നല്ലത് വേണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് പറയാ, നമ്മൾ ആ കർത്താവിനോട് ചേർന്ന് കിടക്കുകയാണെങ്കിൽ നീയും നിന്റെ മക്കളും നിന്റെ മക്കളുടെ മക്കളും അവരെല്ലാവരും ആ നിത്യതയിൽ ഉണ്ടാകുന്ന അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. ദൃഷ്ടി സേവകളാൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല. അപ്പോൾ ഇവിടെ പറയാണ് അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. അപ്പോൾ അത് താമസിക്കത്തില്ല എന്നുള്ളത് ദൈവവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വചനം പറഞ്ഞു ഇന്ന് ഒരു ദിവസം അന്നന്നത്തെ ദോഷം മതിയെന്നേ. നമ്മൾ എപ്പോഴും എത്രയോ നാളുകൾക്ക് 10, 20, 50 വർഷം വരെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടല്ലേ ടെൻഷൻ അടിക്കണേ. കർത്താവ് പറയാം ഒരു ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. കർത്താവ് ഇന്നത്തെ ദിവസം ഇന്ന് സ്വസ്ഥതയിലും സമാധാനത്തിലും പ്രത്യാശയുടെ സമൃദ്ധിയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണം കർത്താവെ. എൻ്റെ മനസ്സ് പുതുക്കാൻ നീ എന്നെ സഹായിക്കണമേ. ഞങ്ങൾക്ക് തമ്മിൽ കൃപ തോന്നണം കർത്താവെ. എൻ്റെ ഭവനം ഒരു സ്വർഗീയ ഭവനമായിട്ട് തീരണം. ഞങ്ങൾ പിതാപുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന പോലെ ഒന്നായിരിക്കാൻ കർത്താവ് സഹായിക്കണം. വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ നീക്കിക്കളയാൻ നീ എന്നെ സഹായിക്കണം. നിന്റെ സ്വഭാവത്തിന് അനുരൂപമല്ലാത്ത എല്ലാ വിരൂപതകളും എന്നെ നീക്കണം. എൻ്റെ കാഴ്ചപ്പാടുകളെ, ചിന്തകളെ വിശുദ്ധീകരിക്കണം കർത്താവെ. അങ്ങനെ വരെ ഇന്നാളെ ഞാൻ എടുക്കപ്പെടുവാൻ തടസ്സം നൽകി എന്തെങ്കിലും ഇങ്ങനെയുള്ളൊരു ഹൃദയം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ സമാധാനത്തോട് പോവാം. അതുകൊണ്ട് പറഞ്ഞു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, അവൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞു. നമുക്കായിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതിന്റെ വെളിപ്പാടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഈ തീക്കായി ഈ കാണുന്ന ഇതെല്ലാം തീക്കായി ചുട്ടഴിയുവാനുള്ളതാണ്. നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ കർത്താവിന്റെ വാഗ്ദത്തത്തിന് ഒരു അറുതി വെച്ചിരിക്കുകയാണ്, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക എന്നൊക്കെയുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. തെറ്റുകയില്ലെന്നുള്ളതൊക്കെ കർത്താവിന്റെ വചനമാണ്. മനസ്സിലായോ? അത് വൈകിയാലും അതിനെ കാത്തിരിക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് വരും എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ കാര്യമാണ്. നിശ്ചയം എന്ന് പറഞ്ഞത് കർത്താവിന്റെ വചനമാണ്. താമസിക്കില്ല എന്ന് പറഞ്ഞത് കർത്താവിന്റെ വചനമാണ്. നോക്കി, അപ്പൊ നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്താണ്? കാത്തിരിക്കുക. ബാക്കിയൊക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ പുതുക്കാനും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. എവിടെയെങ്കിലും വിട്ടുപോകുന്നതിന് ഓർത്ത് അതിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് ഇടയായോ? എന്തെങ്കിലും തരത്തിലുള്ള കളകൾ സാത്താൻ വിതച്ചോ? അവിടെ പറയുന്നുണ്ടല്ലോ, നല്ല വിത്തല്ലേ വിതച്ചത്, ഇത് എവിടുന്ന വന്നത്? കള. ആ ദുഷ്ടൻ ഇട്ടതാകുന്നു ആ കളകളെ. ഇപ്പൊ കർത്താവ് പറയുന്നുണ്ട്, വന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അത് പറിച്ചു കളയട്ടെ? വേണ്ട, അത് രണ്ടും കൂടി വളരട്ടെ, കൊയ്ത്തോളം വളരട്ടെ. പക്ഷേ അത് കർത്താവ് പറയുന്ന ആ സംഭവം കേട്ട് നമ്മളത് കൊയ്ത്തോളം വളരട്ടെ എന്ന് പറഞ്ഞ് കള വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ടല്ല നമ്മൾ മാറേണ്ടത്. കള എന്ത് ചെയ്യണം? നമ്മൾ പറിച്ച് നമ്മൾ നീക്കിക്കളയണം. എൻ്റെ ഈ 100 മേനി ഫലം പുറപ്പിക്കാൻ തടസ്സം നിൽക്കുന്ന എന്താണ് എൻ്റെ ഉള്ളിലുള്ളത്, അതിനെ പറിച്ചു നീക്കിക്കളഞ്ഞാൽ നമ്മളിലുള്ള 30, 60 100 മേനിയായിട്ട് വളർന്നു വരാനായിട്ട് ഇടയായിത്തീരും. പ്രാർത്ഥിക. പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ജീവിതയാത്രയിൽ പലവിധമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും കർത്താവ് ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നു. വിട്ടുപോകുന്നതിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് മനസ്സ് പ്രേരിപ്പിക്കുന്നു. ലോകത്തിൻ്റെ നൈമിഷിക മോഹങ്ങളിലേക്ക് കർത്താവെ പലരും വശീകരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കർത്താവെ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടമോടി വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അതിനായി പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും തന്നെ. കർത്താവെ, ആ പുത്രനായ യേശു കർത്താവ് സകല കൃത്യതയോടുകൂടെ നിറവേറ്റി ആ ദൈവത്തെ മഹത്വപ്പെടുത്തി, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവരെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നതെന്ന് കർത്താവ് അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് സ്വരം വന്ന പോലെ ഞങ്ങളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് പറയാൻ തക്കവണ്ണം വിശുദ്ധ ജീവിതം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഈ ലോകത്തിൻ്റെ നൈമിഷികമായ മോഹങ്ങളിൽപ്പെട്ട് നിത്യ നരകത്തിലേക്ക് പോകുവാനല്ല, മറിച്ച് കർത്താവെ, ഞങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും
വിശുദ്ധിയുള്ള മക്കളായിരിക്കാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണേ. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ടല്ലോ, ഞങ്ങളിന്ന് ദൃഷ്ടി മാറ്റാത്ത ഒരു ദൈവമുണ്ടല്ലോ. ആ കർത്താവിനെ ദുഃഖിപ്പിക്കുകയോ നിന്ദിക്കുകയോ എതിർക്കുകയോ കെടുക്കുകയോ ചെയ്യുന്ന ഒന്നും ഉണ്ടാകാതെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയോ നിന്ദിക്കുകയോ എതിർക്കുകയോ കെടുക്കുകയോ ചെയ്തായ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ ഇന്ന് കർത്താവെ യേശുവിനെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പാൻ തക്കവണ്ണം കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുകയാണ്. കർത്താവെ അങ്ങയുടെ ആത്മാവിനാൽ തന്നെ നയിക്കപ്പെട്ടുകൊണ്ട് തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും ഞങ്ങൾ എല്ലാവരും അങ്ങ് സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ.